തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാത്തദം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. ജയ് ശ്രീരാമകൃഷ്ണ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 11 അധ്യായം 12 ആണ് ഇന്ന് നോക്കുന്നത്. ഇവിടെ രാഖാലിൻ്റെ കുടുംബം അച്ഛനും മറ്റുമാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചത്, കഴിഞ്ഞ തവണയെല്ലാം വായിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് രാഖാലിൻ്റെ അച്ഛൻ ഇപ്പോൾ ഇവിടെ വരാൻ കാരണം എന്നുള്ളതിനൊരു കഥയുണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവമുണ്ട്. ആ സംഭവമാണ് വളരെ പ്രധാനമായി ഇന്ന് വിവരിക്കുന്നത്. കാരണം രാഖാലിനോട് ദക്ഷിണേശ്വരത്ത് പോകാതിരിക്കാൻ വേണ്ടി മുറിയിൽ പൂട്ടിയിട്ടിരുന്നതാണ് അച്ഛൻ. എന്നിട്ട് പിന്നീട് എങ്ങനെയാണ് രാഖാൽ വീണ്ടും ആ മുറിയിൽ നിന്ന് ദക്ഷിണേശ്വരത്തേക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് വരികയാണുണ്ടായത്. എന്നാൽ അച്ഛൻ പിന്നീട് മടങ്ങി വന്നപ്പോൾ അച്ഛൻ നോക്കിയപ്പോൾ മുറിയിൽ മകനില്ല. എങ്കിലും ദേഷ്യപ്പെട്ടില്ല. അതിനൊരു സംഭവം ഉണ്ടായി. അതാണ് കാരണം. അതാണ് രാഖാലിൻ്റെ അച്ഛൻ ഇവിടെ അന്വേഷിച്ച് വരാനുണ്ടായ ഒരു സംഭവം വിവരിക്കുന്നത്. അത് നമുക്കിന്ന് കേൾക്കാൻ പറ്റും. കൂടാതെ പിന്നീട് ചോദ്യങ്ങൾ ധാരാളം ചോദിക്കുന്നുണ്ട്. സംശയ നിവർത്തി രാഖാലിൻ്റെ അച്ഛനും കുടുംബക്കാരുമെല്ലാം. അതായത് എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ് എന്നാണല്ലോ പറയുന്നത്. എന്നാൽ പിന്നെ നല്ലതിനോടൊപ്പം ചീത്ത എന്തിനാണ് ഈശ്വരൻ സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ചീത്ത കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ, എന്നാൽ ചീത്ത കാര്യങ്ങൾ സൃഷ്ടിക്കാതിരുന്നാൽ പോരെ? അത് സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ അതിൽ വശംവദരാകുമ്പോൾ എന്തിനാണ് മനുഷ്യരെ കുറ്റം പറയുന്നത് എന്ന ചോദ്യമാണ് ചോദിച്ചത്. ഭഗവാൻ അതിന് നല്ല രീതിയിൽ മറുപടി പറയുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇതേ ചോദ്യങ്ങൾ ധാരാളമായി ചോദിക്കുന്നുണ്ട്. എങ്ങനെ ബിവറേജസ് കോർപ്പറേഷൻ സൃഷ്ടിച്ചിട്ട് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പരസ്യം ചെയ്യുന്ന പോലെയാണത്. എന്നാൽ പിന്നെ അത് സൃഷ്ടിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കും. ഭഗവാൻ ഇതിനെല്ലാം കൃത്യമായ എന്തിനാണ് ലോകത്ത് നല്ല കാര്യങ്ങൾക്കൊപ്പം ചീത്ത കാര്യങ്ങളും നിർമ്മിച്ചത് എന്നുള്ളതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ഇപ്പോൾ ബൈബിളിൽ തന്നെ ഏദൻ തോട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ നന്മകളുമുള്ള ആ ഏദൻ തോട്ടത്തിൽ ഒരു പഴം മാത്രം പാപത്തിൻ്റെ ഫലമുള്ള പഴമാണ് എന്ന്, അല്ലെങ്കിൽ പാപത്തിൻ്റെ ഫലമാണ് എന്ന് ദൈവം എന്തിനാണ് ആദത്തിനോടും അവയോടും പറഞ്ഞത്? ആ ഫലം അവിടെ സൃഷ്ടിക്കാതിരുന്നാൽ പോരെ? അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ട് അത് കഴിച്ചപ്പോൾ അവരെ എങ്ങനെ കുറ്റം പറയും എന്ന രീതിയിലുള്ള സംശയങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇതിനൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം ഭഗവാൻ ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്നത്. സ്ഥപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 11
അധ്യായം 13 ഇന്ന് നമ്മൾ നോക്കുന്നത്. സാധനയുടെ പ്രയോജനത്തെക്കുറിച്ചാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ഈ 13 അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. സാധനയുടെ പ്രയോജനം. ഇതിന് തൊട്ടു മുമ്പ് ഗൃഹസ്ഥന്മാരെക്കുറിച്ച് ആരംഭിച്ച സംഭാഷണത്തിൻ്റെ ഒരു തുടർച്ചയാണിത്. 10, 11 അധ്യായങ്ങളിലും ഗൃഹസ്ഥന്മാരെക്കുറിച്ച് ഉള്ള സംഭാഷണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാഖാലിൻ്റെ അച്ഛനും രാഖാലിൻ്റെ അച്ഛൻ്റെ ഭാര്യ, രണ്ടാമത്തെ ഭാര്യയുടെ അച്ഛനും ഒക്കെ വന്ന സന്ദർഭത്തിൽ അവരോട് സംഭാഷണങ്ങൾ നടത്തിയതിൻ്റെ തുടർച്ചയാണത്. അപ്പോൾ രാഖാൽ ആധ്യാത്മിക ജീവിതത്തിൽ താല്പര്യം കാണിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കാനായിട്ടാണ്, അല്ലെങ്കിൽ രാഖാലിലുണ്ടാകുന്ന ആ മാനസികാവസ്ഥയെ രാഖാലിൻ്റെ അച്ഛനും ആ കുടുംബക്കാർക്കുമൊക്കെ അതേക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ആ രാഖാലിന് സംഭവിക്കുന്നത് എന്ന് ഭഗവാനോട് നേരിട്ട് ചോദിക്കാനും അല്ലെങ്കിൽ അത് അറിയാനും പിന്നെ ഭഗവാൻ പറയുന്നത് കേൾക്കാനും ഒക്കെ ഉള്ള ഒരു ആവശ്യം പ്രകാരമാണ് അവരിവിടെ വന്ന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിൻ്റെ അടുത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഈ ശ്യാംലാൽ സെന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതായത് രാഖാലിൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ അച്ഛൻ ആണ് ശ്യാംലാൽ സെൻ. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത്, അദ്ദേഹം ചോദിച്ചു വരുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. എന്താണ് ഗൃഹസ്ഥരാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ ഭഗവാൻ ഇന്ന് കഴിഞ്ഞ അതിൽ നൽകിയ ഉത്തരം ഈശ്വരനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ലൗകിക കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അതാണ് ഭഗവാൻ കൊടുത്ത ഉത്തരം. എന്നിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു, അങ്ങനെ ഈശ്വരനിൽ മനസ്സുറപ്പിച്ചിട്ട് ലൗകിക കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ സാധ്യമുള്ള കാര്യമൊന്നും അല്ല, അത്ര എളുപ്പമൊന്നും ആണെന്ന് ആരും വിചാരിക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെ അതൊരു പ്രയാസമുള്ള കാര്യമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളും ഒക്കെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ തുടരുന്നത്. കാര്യം നമുക്കും നമ്മുടെ ലൗകികമായ പല വിഷയങ്ങളിലും പെടുന്നത് കൊണ്ട് അതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മളൊരു ഈശ്വരാരാധനയിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ആ കാര്യങ്ങൾക്ക് ആണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. പിന്നെ ഉള്ള സമയം ആണ് ഭഗവാനെ ധ്യാനിക്കാനും അല്ലെങ്കിൽ നാമം ജപിക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നത് ആ മറ്റ് കാര്യങ്ങളുടെ ഇടയിൽ ഒരു സമയം കണ്ടെത്തി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ബ്രഹ്മസമാജക്കാരോട് ഭഗവാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ഇതിൽ വചനാമൃതത്തിൽ ഈ അധ്യായത്തിൽ, അതായത് നമ്മൾ തൊട്ടു മുമ്പുള്ള ഈ 13 തൊട്ടു മുമ്പുള്ള 12 അധ്യായത്തിൽ ഭഗവാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ഈ സന്നിപാത ജ്വരം പിടിച്ച രോഗിയെപ്പോലെയാണ് ലൗകിക മനുഷ്യരുടെ അവസ്ഥ. ഇപ്പം പുളിയുപ്പിലിട്ടിട്ട് ഭരണികളിൽ ജലം നിറച്ച് കുടങ്ങളൊക്കെ നിറച്ച് വച്ചിരിക്കുന്ന മുറിയിൽ സന്നിപാത ജ്വരം പിടിച്ച രോഗിയെ കിടത്തിയിരിക്കുന്നു. അതാണ് നമ്മുടെ ലൗകിക ജീവിതത്തിൻ്റെ അവസ്ഥയായിട്ട് ഭഗവാൻ വളരെ രസകരമായ ഉദാഹരണമായിട്ട് ബ്രഹ്മസമാജക്കാരോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അത് കോട്ട് ചെയ്യണം. നേരത്തെ ബ്രഹ്മസമാജക്കാരോട് പറഞ്ഞ വിവരം ഈ രാഖാലിൻ്റെ കുടുംബക്കാരോട് പറയുകയാണ്. നമ്മുടെ ലൗകിക മനുഷ്യരുടെ അവസ്ഥ ഇതാണ്. സന്നിപാത ജ്വരം പിടിച്ച ആൾ കിടക്കുന്ന മുറിയിൽ പുളിയുപ്പിലിട്ട ഭരണികളും ജലം നിറച്ച കുടങ്ങളും വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള അവസ്ഥയാണ് നമ്മൾ അങ്ങനെയുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ രോഗം മാറുന്നത്? നമ്മുടെ ഈ അവസ്ഥ മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ചുറ്റും ഈ ലോകത്ത് നമുക്ക് ചുറ്റും ഇത്തരം ആകർഷകമായ വസ്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മെ മോഹിപ്പിക്കുന്ന വസ്തുക്കൾ വെച്ചിരിക്കുകയാണ്. അപ്പം പുളിയെന്ന് ഓർത്താൽ തന്നെ വായിൽ വെള്ളമൂറും, ഭഗവാന്റെ വാക്കുകളാണ്. അപ്പോൾ ഇത് ഉപ്പിലിട്ട പോലെയാണ്, ഉപ്പിലിട്ട പുളി പോലെയാണത്. ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനും പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയും ഒക്കെ ഈ ഉപ്പിലിട്ട പുളി പോലെയാണ്. കാര്യം വിഷയാവസ്ഥയിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാൻ പറ്റില്ല. ഈ ലൗകിക ജീവിതത്തിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാനോ അതിൽ നിന്ന് നമുക്ക് ഈശ്വരോന്മുഖമായ ഒരു ജീവിതത്തിലേക്ക് സമ്പൂർണമായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ല.
കാരണം ഈ കുടങ്ങളെല്ലാം സന്നിവാതക്കാരനെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പോൾ ഈ കുടം വെച്ച് വെള്ളം നിറച്ച കുടം മുറിയിലിരിക്കുമ്പോൾ അയാളറിയാതെ അയാളത് കുടിച്ചു പോകും. അയാൾക്കത് ആ വെള്ളം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അയാൾക്കത് കുടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ലോകത്തിൽ പലതരം ഏടാകൂടങ്ങൾ ഈ വഴിക്ക് പോയാൽ, അതായത് പലതരം ഏടാകൂടങ്ങളിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വഴിക്ക് പോയാൽ തല്ലേറ്റ് ചാവും, ആ വഴിക്ക് തിരിഞ്ഞാൽ ചൂലുകൊണ്ട് അടി കിട്ടും. ഇങ്ങനെ ഏത് വഴിക്ക് പോയാലും അടി ഉറപ്പാണ്. നമ്മൾ ഈ ലൗകിക ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ഈശ്വര നമ്മളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ നമ്മളെ കാത്ത് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് ഈ ലൗകിക പാതയിൽ സഞ്ചരിക്കുമ്പോൾ അടി ഉറപ്പാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാത്തിടത്തോളം കാലം അടി ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ബ്രഹ്മസമാജംകാരെ ബോധ്യപ്പെടുത്തി കൊടുത്തത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഭഗവാൻ പറഞ്ഞ കാര്യം രാഖാലിൻ്റെ അച്ഛനെയും കുടുംബക്കാരെയാണ് ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഈ അധ്യായത്തിൻ്റെ അവസാനം അത് പൂർണ്ണമായും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. അതായത് രാഖാലിനെ സംബന്ധിച്ച് രാഖാൽ ആരാണ് എന്നുള്ള ബോധ്യം ഈ കുടുംബക്കാർക്ക് ഉണ്ടാവണം. അപ്പോൾ രാഖാലിൽ വന്ന വ്യത്യാസം എന്താണ്, രാഖാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് രാഖാലിൻ്റെ അച്ഛനെ സംബന്ധിച്ചും മറ്റു കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും ബോധ്യം ഉണ്ടായിരിക്കണം. അത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശ്യാംലാൽ വീണ്ടും ചോദിക്കുകയാണ്, ഈശ്വരൻ്റെ ഹിതം എങ്ങനെയാണ് നമ്മളെങ്ങനെ തിരിച്ചറിയും? അപ്പം എനിക്ക് തോന്നുന്നത് ശ്യാംലാലിനെയാണ് രാഖാലിൻ്റെ അച്ഛൻ ആനന്ദമോഹൻ ഘോഷ് ഈ സംസാരിക്കാൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതായത് ഇടനിലക്കാരനെ സംസാരിക്കാൻ വേണമല്ലോ. അപ്പോൾ അല്പം വാഗ്വാദമൊക്കെ പറയാൻ കഴിവുള്ള ഒരാളെന്നുള്ള നിലയിലായിരിക്കും ആ പുള്ളിയെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ശ്യാംലാലാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതായത് നമ്മുടെ രാഖാലിൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ അച്ഛൻ, അമ്മായി അച്ഛൻ. അപ്പോൾ ശ്യാംലാൽ സെന്നാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അതായത് വീണ്ടും അപ്പോൾ ഈശ്വരൻ്റെ ഹിതം നമ്മളെങ്ങനെ അറിയും? അപ്പോൾ ഇങ്ങനെ ചോദിക്കാനുണ്ടായിരുന്നൊരു കാരണം, ഈ നല്ലതും ചീത്തയും പുണ്യവും പാപവും ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നല്ലതുമുണ്ട് ഈ ലോകത്ത്, ചീത്തയുമുണ്ട്. പുണ്യവും ഈ ലോകത്ത് നിൽക്കുന്നുണ്ട്, പാപവും ഈ ലോകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വരഹിതം ഇതാണെങ്കിൽ പിന്നെ നല്ലത് മാത്രം പോരെ, എന്തിനാ ഈ ചീത്ത കാര്യങ്ങൾ? ഇത് സ്വാഭാവികമായി ഈ രാഖാലിൻ്റെ കുടുംബക്കാരൻ ശ്യാംലാൽ മാത്രമല്ല, ഇന്നത്തെ കാലത്തും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇതിപ്പോൾ ഈ നാട്ടിൽ, ഈ ചുറ്റുപാടിൽ, ഈ ലോകത്ത് മോശപ്പെട്ട കാര്യങ്ങളെല്ലാം ഈശ്വര സൃഷ്ടിയാണെങ്കിൽ ഈ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ മോഹിപ്പിക്കാൻ വേണ്ടി, നമ്മളെ കുഴി ചാടിക്കാൻ വേണ്ടി ഈശ്വരൻ എന്തിനാണ് ഈ മോശപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചുറ്റും കൊണ്ടുവച്ചിരിക്കുന്നത്? എന്നിട്ട് നമ്മൾ ചെന്ന് കുഴി ചാടിയിട്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന പോലുള്ളൊരു ചോദ്യം. പുണ്യവും പാപവും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈബിളിൽ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നൊരു കഥയുണ്ടല്ലോ, ആദം ഹവ്വായുടെ കഥ. അപ്പോൾ ഒരു തോട്ടത്തിൽ, തോട്ടം എന്ന് ബൈബിളിനെ ആധ്യാത്മികമായ ഒരു വിശകലനത്തോടു കൂടി വായിക്കുമ്പോഴാണ് അതൊരു ആദം ഹവ്വ എന്ന് പറയുന്ന രണ്ട് പേര്, അല്ലെങ്കിൽ ആപ്പിൾ, ഒരു പ്രത്യേകതരം ആപ്പിളുള്ള മരം, അതിൻ്റെ അപ്പുറത്ത് ഒരു സാത്താൻ്റെ രൂപത്തിലുള്ള സാത്താൻ, പാമ്പിൻ്റെ രൂപത്തിലുള്ള സാത്താൻ, ഇത്തരം ഇമേജറീസ് ബൈബിളിലുണ്ട്. പക്ഷേ അതിനെ ആധ്യാത്മികമായ നമ്മുടെ ഉപനിഷത്ത് വേർഷനിൽ നമ്മൾ അതിനെ കാണണം, ആ ഒരു വിഷയത്തെ. അപ്പോഴാണ് അതിന് കുറച്ചുകൂടെ വിപുലമായ അർത്ഥം വരുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും ഒരു തോട്ടത്തിൽ ഈശ്വരൻ കൊണ്ടാക്കി, എന്നിട്ട് ആ ഒരു പഴം മാത്രം കഴിക്കരുത് എന്ന് ഈശ്വരൻ പ്രത്യേകം പറയുന്നു. അങ്ങനെ ആരോട് പറഞ്ഞാലും ആദ്യം നമുക്ക് തോന്നുന്ന ആ പഴം കഴിക്കാനാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് സാത്താൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നൊരു കഥയിലൂടെയാണ് ബൈബിൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഉപനിഷത്തിനെ പഠിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ശരിയായ ഗുരുവിന് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളെയൊക്കെ കുറേ കൂടെ വിപുലമായ രീതിയിൽ ബോധ്യപ്പെടുത്താൻ തോന്നും. ഇവിടെ ഭഗവാൻ പറയുന്ന കാര്യങ്ങളും ഏതാണ്ട് അതിനോട് സമാനമായ കാര്യങ്ങളാണ്. പാപം എന്തിനാണ് നിലനിർത്തുന്നത്
ഈ ലോകത്ത് നിലനിർത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ഭഗവാൻ തന്നെ അത് ഗംഭീരമായിട്ട് പറയുന്നത് തോട്ടത്തിൻ്റെ ഇതേ ബൈബിളിലെ ഏദൻ തോട്ടം എന്നാണ് പറയുന്നത്. ഭഗവാൻ ഇവിടെ തോട്ടത്തിൻ്റെ കഥ ഈ ഭാഗത്ത് തന്നെ തോട്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ഇതിൽ തന്നെ ഈ ഭാഗത്ത് തന്നെയാണ് ആ കഥയും പറയുന്നത്, തോട്ടത്തിലെ കഥ. എന്താണ് തോട്ടത്തിലെ കഥ? ഭഗവാൻ പറഞ്ഞത് തോട്ടത്തിൽ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുത്ത കഥയാണിത്. നമുക്ക് അത് എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ അത് പറയുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു വൈപുല്യം മനസ്സിലാവും. അതിൻ്റെ ആ ഒരു ഇൻഡെപ്തിൽ നമുക്കതിൻ്റെ സബ്ജക്റ്റ് ബോധ്യപ്പെടുന്നുണ്ട്. അതാണ് ഭഗവാന്റെ ഒരു വലിയ ടാക്ടിക്സ്, അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ഈ തോട്ടത്തിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഫലവൃക്ഷങ്ങളുള്ള ഈ തോട്ടത്തിൽ, ഈ തോട്ടം എന്ന് പറയുന്നത് ഈ ലോകം തന്നെയാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ കുടിയാന്മാർ തോട്ടത്തിൽ താമസിപ്പിച്ചിട്ടുണ്ട്, കുടിയാന്മാരെ. അവിടെ ബൈബിളിൽ പറയുമ്പോൾ അത് ആദം ഹവ്വ എന്ന് മാത്രം പറയുന്നു. ഭഗവാൻ ഇത് പറഞ്ഞപ്പോൾ കുടിയാന്മാർ, ഈ തോട്ടത്തിൽ കുടിയാന്മാരെ താമസിപ്പിച്ചിട്ടുണ്ട്. ആര് താമസിപ്പിച്ചിട്ടുണ്ട്? ജന്മി. ഭഗവാൻ അങ്ങനെയാണ് പറയുന്നത്. ഒരു ജന്മി അയാളുടെ തോട്ടത്തിൽ അയാളുടെ കുടിയാന്മാരെ താമസിപ്പിച്ചിട്ടുണ്ട്. കുടിയാന്മാർ നമുക്കറിയാം, പണ്ട് നമ്മുടെ പാടങ്ങളും മറ്റേ ഒക്കെ ജമീന്ദാരുടെ പാടവും പറമ്പും ഒക്കെ സംരക്ഷിക്കാനായിട്ട് കുറേ ആളുകളെ താമസിപ്പിക്കും, കുടുംബസഹിതം താമസിപ്പിക്കും. അപ്പോൾ അങ്ങനെ ആ താമസിപ്പിക്കുന്ന അതെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് അവിടെ വരുന്നത്, ഒരു കാലഘട്ടത്തിൻ്റെ വിവരണമാണ്. അതാണല്ലോ ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാവ്യ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ തോട്ടത്തിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളുമുണ്ട്. കുടിയാന്മാർ തോട്ടത്തിൽ താമസമുണ്ട്. പക്ഷേ വളരെ മര്യാദയ്ക്ക് സമാധാനപ്രിയരായി ആ തോട്ടത്തിലുള്ള ഫലവൃക്ഷാദികളിൽ നിന്ന് ആവശ്യമുള്ള ഭക്ഷണം അവർ സ്വീകരിച്ചുകൊണ്ട് സ്വസ്ഥമായി ആ തോട്ടത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ജന്മി ഒരു അപകടവും ചെയ്യില്ല, അവർക്കൊരു ദോഷവും ചെയ്യില്ല ജന്മി. പക്ഷേ ആ തോട്ടത്തിൽ കിടന്നുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങിയാൽ ജന്മി എന്തു ചെയ്യും? ജന്മി ഗുണ്ടകളെ അയക്കും. ജന്മിക്ക് സ്വന്തം ഗുണ്ടകളുണ്ടല്ലോ, ഏത് ജന്മിക്കും കുറേ ഗുണ്ടകളുണ്ടാവും. അപ്പോൾ ഈ ഗുണ്ടകളെ അയച്ചിട്ട് എല്ലാറ്റിനും ഓടിക്കും. അതാണ് അതിനകത്തെ പ്രധാന കാര്യം. ഭഗവാൻ പറയുമ്പോൾ നമുക്ക് ഈ പുണ്യവും പാപവും ഈ ലോകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് എന്തിന്, അല്ലെങ്കിൽ നല്ലതും ചീത്തയും എന്തിന് ഈ ലോകത്ത് മനുഷ്യർക്കായി തന്നു, അല്ലെങ്കിൽ ലോകത്ത് തന്നു എന്ന് പറയുമ്പോൾ സമാധാനപൂർവം നമ്മൾ ഈ ലോകത്ത് ഭഗവാൻ അനുവദിച്ചിരിക്കുന്ന, ഈശ്വരൻ അനുവദിച്ചിരിക്കുന്നത് ആസ്വദിച്ച് സമാധാനപ്രിയരായിട്ട് നമ്മൾ ഈ ലോകത്ത് ഈശ്വര ചിന്തയോടുകൂടി, ഇത് ജന്മി തന്നതാണ് ഈ സ്ഥലം, ജന്മിയുടെ കരുണ കൊണ്ട് നമുക്ക് കിട്ടിയ സ്ഥലമാണ്, ജന്മിക്ക് ദോഷമുണ്ടാകുന്ന ഒന്നും നമ്മൾ ചെയ്യരുത് എന്ന് ആ കുടിയാന്മാർ, അവിടുത്തെ ജോലിക്കാരായി ഏൽപ്പിച്ച ആളുകൾ, അവർ നിശ്ചയിച്ച് ആ ജന്മിയുടെ ഇംഗിതത്തിനനുസരിച്ച് അവിടെ വേണ്ട ജോലികളൊക്കെ ചെയ്താൽ അവർക്ക് ആ ഫലമൂലാദികളെല്ലാം അനുഭവിക്കാൻ പറ്റും. അതിൻ്റെ ഒരു പങ്ക്, അവർ ജോലി ചെയ്യുന്നതിൻ്റെ പങ്ക്, ആ പങ്ക് അവർക്ക് അനുഭവിക്കാൻ കഴിയും. അതേസമയം അവിടെ കിടന്ന് ബഹളം വച്ചാൽ ജന്മി ഗുണ്ടകളെ ഇറക്കി ഓടിക്കും. ഈ കാലത്ത് നമ്മളതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടതാണ്. ഇപ്പോഴും അതൊക്കെ നമ്മൾ ഈ തരം പ്രശ്നങ്ങളെല്ലാം നമ്മൾ വാർത്തകളിലെല്ലാം പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ലതും ചീത്തയും ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് എന്തിനെന്നുള്ളതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായി. നല്ലതുമുണ്ട് ചീത്തയുണ്ട്, എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ ഏത് തിരഞ്ഞെടുത്ത് അത് ഉപദ്രവമില്ലാത്ത സമൂഹത്തിനും ചുറ്റുപാടുകൾക്കും അവരവർക്ക് തന്നെ അപകടങ്ങളൊന്നുമില്ലാത്ത, ദോഷം വരുത്താത്ത രീതിയിൽ ഇതെല്ലാം ഉപയോഗിക്കാം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് ഉപയോഗിക്കുമ്പോഴാണത് നന്മയും തിന്മയും ഉണ്ടാകുന്നത്. ഒരു വസ്തുവിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും അത് നന്മയാകുന്നതോ തിന്മയാകുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിലാണ്, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് നന്മയും തിന്മയും, പുണ്യവും പാപവും. ഈശ്വരൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടില്ല, പുണ്യവുമില്ല പാപവുമൊന്നുമില്ല, എല്ലാം ഒരുപോലെയാണ്, രണ്ടും ഒന്നാണ്, രണ്ടില്ല. ഇവിടെ ഈശ്വരനെ സംബന്ധിച്ച് ഒന്നേ ഉള്ളൂ.
ഇതെങ്ങനെയാണ് ഒരു കാര്യം പുണ്യമാകുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം നന്മയാകുന്നത്? നമ്മൾ മനുഷ്യരത് എങ്ങനെ പ്രയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഏതാനും വാക്കുകൾ കൊണ്ട് നമുക്കൊരു മനോഹരമായ കവിത എഴുതാം. അതേ ഭാഷയിലുള്ള അതേ വാക്കുകൾ ഉപയോഗിച്ച് ഒരാളെ മോശപ്പെട്ട രീതിയിലും നമുക്ക് ചിത്രീകരിക്കാം. രണ്ടിൻ്റെയും ഫലം രണ്ടാണ്. ഉപയോഗിച്ച വാക്കുകൾ ഒന്നാണ്. അതാണ് പുണ്യവും പാപവും എന്നുള്ളതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഭഗവാൻ നമ്മുടെ ശ്യാംലാൽ സെൻ ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തതാണ് ഈ തോട്ടക്കാരൻ്റെ കഥ. മാത്രമല്ല, ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിനോടുമുള്ള ആസക്തി. എന്നാൽ എല്ലാവരും ഗൃഹസ്ഥാശ്രമം ആണോ? ഭഗവാന്റെ അടുത്ത് വരുന്ന എല്ലാവരെയും ഭഗവാൻ ഗൃഹസ്ഥാശ്രമികളാണ് എന്നുള്ള അർത്ഥത്തിലല്ല അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അവരെ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്നത്. ഓരോരുത്തരെയും ഓരോ നിലവാരത്തിൽ തന്നെയാണ് ഭഗവാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സന്യസ്ത ശിഷ്യന്മാരായിട്ട് വരാൻ താല്പര്യമുണ്ടായ, അല്ലെങ്കിൽ അങ്ങനെ പരിണമിക്കേണ്ടവർ, സന്യസ്ത ശിഷ്യന്മാരായി പരിണമിക്കേണ്ട വ്യക്തികളും വരുന്നുണ്ട്, ഗൃഹസ്ഥാശ്രമികളും വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ രാഖാലിനെ പോലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഗൃഹസ്ഥാശ്രമികളാകാൻ വന്നവരല്ല അവർ. നരേന്ദ്രനാകട്ടെ രാഖാലാകട്ടെ അങ്ങനെയുള്ള ആരും തന്നെ ഗൃഹസ്ഥാശ്രമികളാകാൻ വന്നവരല്ല. എന്നാൽ ഗൃഹസ്ഥാശ്രമികളായിട്ട് തന്നെ നിലനിൽക്കേണ്ട ആവശ്യമുള്ളവരെ അങ്ങനെയും പരിഗണിച്ചിട്ടുണ്ട്. ഇവിടെ രാഖാലിൻ്റെ കുടുംബക്കാർ, അച്ഛനും കുടുംബക്കാരും ഒക്കെ വരുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തണം, ഈ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ കുട്ടി ഒരു ഗൃഹസ്ഥാശ്രമി ആകേണ്ട കുട്ടിയല്ല. അപ്പം അങ്ങനെ വന്ന ആളുകളെ ആ രീതിയിലാണ് ഭഗവാൻ എപ്പോഴും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ സമൂഹത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് ഈ ഏകദേശം 16 പേരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തത്. ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന 16 പേരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തത്. രസകരമാണ്. നമ്മൾ ആ 16 പേരുടെ ഒരു ഓടിച്ച് ഒന്ന് നമുക്കറിയാലോ, ഗോഡ് ലിവ്ഡ് വിത്ത് ദം എന്നുള്ള പുസ്തകത്തിലുണ്ടത്. ആ 16 പേരെക്കുറിച്ച് നല്ല വിശദമായിട്ടുണ്ട്. നമ്മൾ അതിലൂടെ ഒന്ന് ഓടിച്ച് പോകുമ്പോൾ, അതിപ്പോൾ മലയാളത്തിലും വന്നിട്ടുണ്ടല്ലോ ആ പുസ്തകം. അത് ഓടിച്ച് പോകുമ്പോൾ നമ്മൾ ഒരു വരിയിൽ ഈ 16 പേരെ, ഓരോ വരിയിൽ ഈ 16 പേരുടെ ജീവിതത്തെ, എങ്ങനെയാണ് അവർ സന്യസ്ത ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ജീവിതം ഒരു ഈശ്വരകോടികളായി മാറുന്നത്. അവർ ഈശ്വരകോടി നോക്കി. ഇതിനകത്ത് നമ്മൾ വചനാമൃതത്തിൽ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ എത്രയോ പേര് ഈശ്വരകോടികളാണെന്ന് പറഞ്ഞ ഭവനാഥനെ പോലുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇതിൽ നിന്ന് പിരിഞ്ഞുപോയി. പിന്നീട് അവരെല്ലാം പൊഴിഞ്ഞുപോയി. എത്രയോ പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊഴിഞ്ഞുപോയി. പൂർണ്ണനോടെ വന്നതോടുകൂടി എല്ലാവരും പൂർണ്ണമായി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ പോലും, പക്ഷേ സന്യസ്ത ജീവിതത്തിലേക്ക്, പരിവ്രാജക ജീവിതത്തിലേക്ക് ഒരുക്കിക്കൊണ്ട് വന്നവർ 16 പേര് മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ ഈ 16 പേരുടെ ലൈഫിലൂടെ ഒറ്റയടിക്കൊന്ന് ഓടിച്ചു ഒരു റൊട്ടേഷൻ വന്നാൽ എങ്ങനെ ഇരിക്കും. വളരെ രസകരമാണത്, ആ ഒരു പരീക്ഷണം. അതേപോലെ നമ്മൾ നരേന്ദ്രനിൽ തുടങ്ങി, നമുക്കിപ്പോൾ ആ ഓർഡറിൽ തന്നെ ഗോഡ് ലിവ്ഡ് വിത്ത് ദം എന്നുള്ളതിൽ ആ നരേന്ദ്രനിൽ തുടങ്ങി ഹരിപ്രസന്നനിൽ വന്ന് നിൽക്കുന്ന 16 പേരുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭം മാത്രം എടുത്തൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ച രസകരമായൊരു ഒരു നല്ല രസമാണത്. ഞാനത് അങ്ങനെ ഒരു തോട്ട് വച്ചിട്ട് നോക്കിയതാണത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നരേന്ദ്രൻ വരുന്നു. അപ്പം നരേന്ദ്രൻ്റെ ആവശ്യം എന്താണ്? ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ലൈഫ് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിൽ നരേന്ദ്രനെ സംബന്ധിച്ച് ഒറ്റ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അതാണ് ആ ജീവിതത്തെ കരിപ്പിടിപ്പിച്ചത്. അപ്പോൾ അതേ സമയം രാഖാൽ വരുന്നു. രാഖാലിനെ ഭഗവാൻ കാണുന്നത് തന്നെ ആ ശ്രീകൃഷ്ണ ജന്മത്തിൻ്റെ ആ അവതാരത്തിൻ്റെ അവതാരം പോലെയാണ് രാഖാലിനെ കാണുന്നത്. അപ്പോൾ അത്രയും ഒരു ദിവ്യത്വമുള്ള കുട്ടിയായിട്ടാണ് രാഖാലിനെ. അതുകൊണ്ടാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട
പുത്രനാണെന്ന് മാനസപുത്രനായി മാറാൻ കാരണം. അപ്പോൾ രാഖാലിനെ സംബന്ധിച്ച് രാഖാലിൻ്റെ കല്യാണവും അതാണ് രാഖാലിൻ്റെ ഭാഗമാണല്ലോ നമ്മളിവിടെ ഇപ്പോൾ രാഖാലാണ് നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ. അതുകൊണ്ട് അത് കൂടുതൽ നമുക്കതിലേക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അത് നമുക്കറിയാം. ഈ സബ്ജക്റ്റിൽ അതുള്ളതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് മൂന്നാമത്തെ ആൾ താരക്നാഥ് ശിവാനന്ദ സ്വാമികൾ. ഇപ്പോൾ താരക്നാഥിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്, റെയിൽവേയിൽ ഉൾപ്പെടെയുള്ള കോൺട്രാക്റ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്ന താരക്നാഥന് പെട്ടെന്ന് വിരക്തി തോന്നിയിട്ട് താരക്നാഥന് ജീവിതത്തിൽ വിരക്തി തോന്നി വരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അയാളെ വിവാഹം വരെ കഴിപ്പിച്ചു. അത് കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം അയാളുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് അയാൾക്കൂടെ വിവാഹം കഴിക്കേണ്ടി വന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് അയാളുടെ ഭാര്യ ഏതാനും നാളുകൾക്കുള്ളിൽ താരകൻ്റെ ഭാര്യ മരിക്കുന്നു. അപ്പോൾ ആ സന്യസ്ത ജീവിതത്തിലേക്ക് വീണ്ടും താരകൻ പൂർണ്ണമായും മാറുന്നു ഒരു കാണാനാണ്. അടുത്ത ബാബുറാമാണ്, പ്രേമാനന്ദ സ്വാമികൾ. ബാബുറാമിൻ്റെ എന്താണ്, ബാബുറാമിൻ്റെ അമ്മ തന്നെ ഏറ്റവും വലിയ ഭക്തയായിരുന്നു. അമ്മ തന്നെ ഏറ്റവും വലിയ ഭക്തയാണ്. ബാബുറാം കൽക്കട്ടയിൽ പോയി പഠിക്കുന്ന കാലത്ത് കൽക്കട്ടയിൽ പോയിട്ട് മടങ്ങി വീട്ടിൽ വരുമ്പോൾ, രാത്രിയിൽ വീട്ടിൽ വരുമ്പോൾ അമ്മ ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ അടുത്ത വീട്ടിൽ താമസിച്ചിട്ട് രാവിലെ വീട്ടിൽ വരാൻ പറ്റുള്ളൂ. നോക്കൂ ആ സാഹചര്യം, ആ വീടിൻ്റെ സാഹചര്യം നോക്കൂ. അമ്മ ധ്യാനത്തിലിരിക്കുക. അമ്മ ധ്യാനത്തിലിരിക്കുന്നത് കൊണ്ട് രാത്രി കൽക്കട്ടയിൽ പഠനം കഴിഞ്ഞ് വരുന്ന ആളാണ്, പഠിക്കാൻ പോയിട്ട് വരുന്ന ആളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു ചുറ്റുപാട് വെച്ചിട്ട് ആലോചിച്ച് മകൻ എവിടെയെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ എന്തിനോ പോയിട്ട് തിരിച്ച് രാത്രി വരുന്നു. ഇപ്പം നമ്മൾ ധ്യാനത്തിലായതുകൊണ്ട് വീട്ടിൽ വരാൻ പറ്റില്ല, കയറാൻ പറ്റില്ല, വീട് തുറക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി താമസിച്ചോളുക ആ രാത്രി എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ നോക്കി. അതാണ് ബാബുറാമിൻ്റെ അമ്മയുടെ ബാബുറാമിൻ്റെ അമ്മ ബാബുറാമിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു കഥ, അല്ലെങ്കിൽ ബാബുറാം ആ കുടുംബത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഒരാൾ സന്യസ്ത ജീവിതത്തിലേക്ക് തന്നെയല്ലേ പോവുക. ഭഗവാന് ആ അതായത് ഈ ഒരു പരിഗണന ബാബുറാമിന് പിന്നീട് ശ്രീരാമകൃഷ്ണ മിഷൻ രൂപീകരിക്കപ്പെട്ടപ്പോഴും ആ മഠം രൂപീകരിക്കപ്പെട്ടപ്പോൾ പോലും അവിടുത്തെ അമ്മയുടെ സ്ഥാനമായിരുന്നു. ഒരമ്മയ്ക്ക് എങ്ങനെയാണോ സ്ഥാനം, അതുപോലെ ആയിരുന്നു ബാബുറാമിൻ്റെ സ്ഥാനം മറ്റ് സന്യസ്ത ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. അതുപോലെ യോഗാനന്ദ അദ്ദേഹം കല്യാണം കഴിച്ചു. പക്ഷേ എന്തു പറ്റി, വീട്ടിൽ ഭാര്യയുടെ വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഭാര്യയോടൊപ്പം മുറിയിൽ കിടക്കില്ല. അതായിരുന്നു ശീലം, അല്ലെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി. നോക്കൂ, അപ്പോൾ ആ തരത്തിലാണ് സന്യസ്ത ജീവിതത്തിലേക്കുള്ള അവരുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗങ്ങളാണ്. നിരഞ്ജനാനന്ദ. അപ്പോൾ അമ്മയെ നോക്കാൻ ജോലി അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ജോലി കഴിക്കുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ കല്യാണം ഒന്നും കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അമ്മയെ നോക്കുക എന്നുള്ളതാണ്, അല്ല കല്യാണം കഴിക്കണം എന്നുള്ള താല്പര്യത്തിലൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ലൗകിക ജീവിതത്തിലേക്ക് പോകണം എന്നുള്ള താല്പര്യക്കാരനല്ല. അതായിരുന്നു അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഇവരുടെ എല്ലാം സന്യസ്ത ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു പാറ്റേൺ ഒരുപോലാണെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ശശിഭൂഷൺ രാമകൃഷ്ണാനന്ദ സ്വാമികൾ, അത് കേശവസേനൻ്റെ മകന് ട്യൂഷൻ കൊടുക്കാൻ വന്നതാണ്. അങ്ങനെയാണ് ഈ ബ്രഹ്മസമാജത്തിൻ്റെ ആക്ടിവിറ്റികളിലൊക്കെ ബോധ്യം വരികയും അങ്ങനെ ആ വഴിയാണ് പിന്നീട് ശശിഭൂഷണും കസിൻ ശരത് ചന്ദ്രനും രണ്ടുപേരും ശാരദാനന്ദ സ്വാമികൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഭഗവാന്റെ അടുത്ത് എത്തുന്നത്. അതേപോലെ ശശിഭൂഷണെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരെ സംബന്ധിച്ചും ഈ നമ്മുടെ കേശവചന്ദ്രസേനുമായിട്ടുള്ള റിലേഷൻ ഉള്ളതുകൊണ്ട് ഇന്ത്യ മിററിൽ വന്ന ലേഖനങ്ങൾ വായിച്ച് അങ്ങനെ ഒരു വളരെ ഇൻ്റലക്ച്വൽ ലെവലിൽ ശ്രീരാമകൃഷ്ണ സവിധത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഇവിടെ ദക്ഷിണേശ്വരത്തേക്ക് വരുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. അപ്പോൾ വരാനുള്ള ഒരു മാർഗം എങ്ങനെ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അടുത്തത് ഹരിനാഥൻ തുര്യാനന്ദ സ്വാമികൾ. അതാണ് ഏറ്റവും ഈ കൂട്ടത്തിൽ ഏറ്റവും വല്ലാത്തൊരു നമ്മെ വിഷമിപ്പിക്കുന്ന ഒരാളുടെ ഈ ഹരിനാഥൻ്റെയാണ്, തുര്യാനന്ദ സ്വാമികളുടെയാണ്. അമ്മയെ കുറുക്കൻ കടിച്ചിട്ടാണ്, കുഞ്ഞായിരിക്കും 4-5 വയസ്സുള്ളപ്പം ഹരിനാഥനെ 4 വയസ്സും കണ്ടുള്ളപ്പം ഹരിനാഥനെ രക്ഷിക്കാൻ ഒരു കുറുക്കൻ കടിക്കാൻ വന്നപ്പം
ആ കുറുക്കനിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മ ഇറങ്ങി തിരിച്ചത്, ആ ചാടി വീണത്. അവസാനം അമ്മയാണ് ആ കുറുക്കൻ കടിച്ചത്. അങ്ങനെ ആ കുറുക്കൻ കടിച്ച അമ്മ മരിച്ചുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചുപോയി. അപ്പോൾ ഏത് തരത്തിലാണ് ആ ജീവിതം പിന്നീട് കരുപ്പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആധ്യാത്മിക പാതയിലേക്ക് വരുന്നത് ഇവർ, ഇതിൻ്റെ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ വരുന്ന അത്ഭുതാനന്ദ സ്വാമികൾ, ലാട്ടു മഹാരാജ്, അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ലാട്ടു മഹാരാജ് എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത്, അതിന് ഭഗവാന്റെ വാക്കുകൾ മാത്രം കേൾക്കാനായിട്ട് അത് അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ള ധർമ്മം, ഒരു വിദ്യാഭ്യാസമില്ലാതെ ഒന്നും അറിയാത്ത ഒരു ഇടയപ്പയ്യൻ വീട്ടു ജോലിക്ക് നിൽക്കുമ്പോൾ, അപ്പോൾ രാമചന്ദ്രയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ഒരു ഇടയപ്പയ്യൻ ആ ഭഗവാൻ പറയുന്ന വാക്കുകൾ അതേപടി അനുസരിക്കുന്ന ഒരു കുട്ടിയായി മാറുക, ഒരു വിദ്യാഭ്യാസമില്ലാതെ. അടുത്ത കാളിപ്രസാദ്, അഭേദാനന്ദ സ്വാമികൾ. അഭേദാനന്ദ സ്വാമിയുടെയും രസകരമാണ് കാര്യം. അഭേദാനന്ദ സ്വാമി കാളിപ്രസാദ് അദ്ദേഹം ഈ ജിംനേഷ്യത്തിലൊക്കെ പോകാനും ശരീര സൗന്ദര്യം സംരക്ഷിക്കാനും ഈ ഫിലിം സ്റ്റാറുകളോടുള്ള അതുപോലത്തെ ഒരു മാനസികാവസ്ഥയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. കാര്യം സുന്ദരനായ ചെറുപ്പക്കാരൻ, ശരീരമൊക്കെ നല്ല സുന്ദരമായി കാത്തു സൂക്ഷിക്കാനുള്ള ഒരാൾ. അപ്പോൾ ആ ഒരു പാറ്റേണിൽ പോകുന്ന ഒരാളാണ് കാളിപ്രസാദ്. എങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെയുള്ള ആളുകൾ തിരിയുന്നത്? അപ്പോൾ പിന്നീട് അഭേദാനന്ദ സ്വാമിയാകുന്നു അദ്ദേഹം തിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മുറിയിൽ യാദൃച്ഛികമായിട്ട് അദ്ദേഹം കാണുന്ന ഭഗവത്ഗീതയുടെ ഒരു പുസ്തകം യാദൃച്ഛികമായിട്ട് കാണുകയാണ് കാളിപ്രസാദ്. ആ പുസ്തകം എടുത്ത് മുറിയിൽ കൊണ്ടുവച്ചു. മുറിയിൽ കൊണ്ടുവന്ന് പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ ആ പുസ്തകം സ്വന്തം മുറിയിലേക്ക് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ നോക്കി. അച്ഛൻ ഇത് കണ്ടുപിടിച്ചു. ഈ ഭഗവത്ഗീത എടുത്തുകൊണ്ട് പോയത് അച്ഛൻ കണ്ടുപിടിച്ചു. ആ അച്ഛൻ ചെയ്തത് എന്താണ്? സാധാരണ ഇതിൽ എന്നാൽ മകൻ ഇതാവട്ടെ എന്ന് വിചാരിച്ചതല്ല. അച്ഛന് മനസ്സിലായി ഇത് അപകടമാണെന്ന് വിചാരിച്ച അച്ഛൻ എന്ത് ചെയ്തു? നിർബന്ധപൂർവ്വം ഭഗവത്ഗീത ആ മുറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കാളി അറിയാത്ത വിധം എവിടെയോ കൊണ്ട് ഒളിച്ചു വെച്ചു, വായിക്കാതിരിക്കാൻ. അപ്പോൾ ഒരിക്കൽ അച്ഛൻ മറ്റെന്തോ ഒരു തിരക്കിട്ട ഒരു പരിപാടിക്ക് വീട്ടിൽ നിന്ന് പോയ സമയത്ത് വരാനിനി വളരെ വൈകും എന്നറിഞ്ഞ ഒരു സന്ദർഭത്തിൽ കാളി വീണ്ടും അച്ഛൻ്റെ മുറി മുഴുവൻ അരിച്ചു പറക്കി തപ്പി ഈ പുസ്തകം പുറത്തെടുത്തു. നോക്ക് എങ്ങനെയാണ് ഒരു ഈശ്വര കോടി അല്ലെങ്കിൽ ഒരു ഇത്തരം ആധ്യാത്മിക പുരുഷന്മാർ അവരുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അടുത്ത് എത്താനുള്ള ഓരോരോ നാടകങ്ങൾ എങ്ങനെയാണ് അരങ്ങേറുന്നതെന്നുള്ളതാണ്. അതുപോലെ അടുത്തത് ശാരദാപ്രസന്നൻ, ത്രിഗുണാതീതാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിന് എല്ലാ ദേവീദേവന്മാരുടെയും നാമങ്ങൾ 108 മന്ത്രങ്ങൾ കാണാതെ ചൊല്ലാൻ കുട്ടിക്കാലത്തെ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ആ ജന്മം തന്നെ അത്രയും പവിത്രമായിട്ടുള്ള 108 ദേവീ ദേവസ്തുതികൾ, ആ സഹസ്രനാമം പോലെ 108 മന്ത്രങ്ങൾ, ഓരോ ദേവിമാരും 108 മന്ത്രങ്ങൾ കാണാതെ ചൊല്ലുമായിരുന്നു. പിന്നെ ഭഗവത്ഗീത മുഴുവനും കാണാതെ ചൊല്ലുമായിരുന്നു. ഉപനിഷത്തുകൾ പാഠമായിരുന്നു. ശാരദാപ്രസന്നൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, ചെറുപ്പം മുതൽ, കുട്ടിക്കാലം മുതൽ ഇങ്ങനെയായിരുന്നു. അപ്പം ആ തരത്തിൽ ആണ് ഇവർ പിന്നെ ജന്മനാ തന്നെ ഇവരുടെ താല്പര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. പക്ഷേ ഈ ശാരദാപ്രസന്നൻ ഒരിത്തിരി അഹംഭാവം ഉണ്ടായിരുന്നു. ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ഒരു അഹംഭാവമുള്ള കുട്ടിയായിരുന്നു. ഇത്രയൊക്കെ ഉണ്ട്. കാര്യം എന്താ? ഒന്ന്, ഒരു അരിസ്റ്റോക്രാറ്റ് ഫാമിലിയിലുള്ള, ഉയർന്ന ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ഇതൊക്കെ അറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പം ആ ഒരു താൻ പോരിമ അല്ലെങ്കിൽ ഒരു അഹംഭാവം ശാരദാപ്രസന്നനിലുണ്ടായിരുന്നു. ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാൻ ഇതറിയാം. അപ്പോൾ ഭഗവാൻ ഇതൊന്ന് കുറയ്ക്കണം, ഇയാളുടെ ഈ ഒരു ഭാവം ഒന്ന് ഒരു കൊട്ടു കൊടുക്കണം, പണ്ട് മാസ്റ്റർക്ക് കൊടുത്ത പോലെ. അതുകൊണ്ട് ഭഗവാൻ കണ്ട വഴി പറഞ്ഞു, ആ വെള്ളമെടുത്ത് എൻ്റെ കാല് കഴുകാൻ പറഞ്ഞു. ഞങ്ങളുടെ മുഖമൊക്കെ അങ്ങ് ചുമന്നു, വല്ലാണ്ടായി. ഞാനിത് ചെയ്യുകയോ എന്ന്. അങ്ങനെയാണ് ഭഗവാന്റെ ആദ്യ ദർശനത്തിൽ തന്നെ, ആദ്യ സന്ദർഭത്തിൽ തന്നെ ഭഗവാൻ ആ അഹന്തയെ ഇല്ലാതാക്കി ഭഗവാന്റെ ആ സന്യസ്ത മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രാക്ടീസ്
ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഈ ശാരദാ പ്രസന്നനെ സ്വീകരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അടുത്ത ഗോപാൽ ചന്ദ്ര അദ്വൈതാനന്ദ സ്വാമികൾ. അദ്ദേഹമാണ് ഏറ്റവും പ്രായമായി, ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായമായ ആളതാണ്. എല്ലാവരുടെയും ഗോപാൽ ദയായിരുന്നു. അദ്ദേഹം വരുന്നത് തന്നെ ഭാര്യ മരിച്ച് 55 വയസ്സ് കഴിഞ്ഞാണ്. നോക്കുക, അപ്പോൾ പ്രായം ഒരു ഘടകം, കുട്ടിക്കാലത്തേ തന്നെ വരണം എന്നുള്ള ധാരണയൊന്നും നമ്മൾ ഈ വായിച്ചു പോകുമ്പോൾ, ഈ ചരിത്രങ്ങൾ ഇവരുടെ ജീവിതത്തിലൂടെ പോകുമ്പോൾ, അയ്യോ നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞു പോയല്ലോ, നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് പറ്റിയില്ലല്ലോ, പിന്നെ വളരെ പ്രായമായിട്ടാണല്ലോ നമുക്ക് ഈ ബോധ്യമൊക്കെ ഉണ്ടായത് എന്ന് നമുക്ക് തോന്നിയ ഒരു മനസ്താപത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഗോപാൽദായൊക്കെ ഭാര്യയും മരിച്ച് 55 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ അടുത്ത് വരുന്നത് തന്നെ. അത് ഓരോ ഉദാഹരണങ്ങളാണ് ഈ വരുന്ന ഓരോ, ഈ 16 പേരെന്ന് പറഞ്ഞാൽ 16 മനുഷ്യ ജീവിതത്തിലെ 16 സ്പെസിമൻസാണ്. അതുപോലെ സുബോധാനന്ദ, അതായത് എല്ലാ വിഷയത്തിലും, പഠിക്കുന്ന കാലത്ത് എല്ലാ വിഷയത്തിലും നമ്പർ 1 ആണ്. അപ്പോൾ എന്തു പറ്റി? അച്ഛൻ ഇയാളെ കൂടുതൽ പഠിപ്പിക്കാൻ, അങ്ങനെ ഇയാൾക്ക് നല്ല ഒരു പൊസിഷനിൽ ഉദ്യോഗം കിട്ടാനോ അല്ലെങ്കിൽ ആ ജീവിതം മെച്ചപ്പെടാൻ ഉള്ള താല്പര്യം സ്വാഭാവികമായിട്ട് അച്ഛനമ്മമാർക്കുണ്ടാവും. കാര്യം എല്ലാ വിഷയത്തിലും ഫസ്റ്റ് റാങ്കാണ്, പഠിക്കുന്ന എല്ലാത്തിലും. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇത് അപകടമാണെന്ന്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? തോക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. എത്രയൊക്കെ ശ്രമിച്ചാലും ഇയാൾക്ക് തോക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ബലം പിടിച്ച് തോൽക്കാൻ ശ്രമിക്കുക, അങ്ങനെ മാർക്ക് കുറച്ച് മേടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആധ്യാത്മിക പാതയിലേക്ക് എത്താനുള്ള ആ വ്യഗ്രത കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ കുറച്ച് മാർക്ക് മേടിച്ച് പരീക്ഷയൊക്കെ തോറ്റു വന്നാൽ അച്ഛനും അമ്മയ്ക്കും പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തോറ്റു കൊടുത്തുകൊണ്ടാണ് കടന്നു വരുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വിദ്യാസാഗറിൻ്റെ സ്കൂളിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം വലിയൊരു ബ്രിട്ടീഷ് സ്കൂളിലായിരുന്നു. അതിൽ നിന്ന് വിദ്യാസാഗറിൻ്റെ നല്ല സ്ഥലത്താണ് എത്തിയത്. കാര്യം അവിടെ മാസ്റ്റർ മഹാശയനുണ്ട്, മഹേന്ദ്രനാഥ് ഗുപ്ത അവിടെ അധ്യാപകനായിട്ടുണ്ട്. കൃത്യമായി ഭഗവാന്റെ അടുത്തെത്തി. അതാണ് സുബോധ് ചന്ദ്രയുടെ ഇത് വരുന്നത്. അതുപോലെ ഗംഗാധർ ഗാംഗുലി, അഖണ്ഡാനന്ദ സ്വാമികൾ. അഖണ്ഡാനന്ദ സ്വാമികളും ഈ അഖണ്ഡാനന്ദ സ്വാമികളുടെ ഇവരെല്ലാം നേരത്തെ മുതൽ ഭഗവാൻ പ്രതീക്ഷിക്കുന്നവരാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം ഈ അഖണ്ഡാനന്ദ സ്വാമികൾ, ഗംഗാധർ ഗാംഗുലി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ഗംഗാധർ ഗാംഗുലി ആദ്യമായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ ദക്ഷിണേശ്വരത്ത് വരുന്നത്. ദക്ഷിണേശ്വരത്ത് വന്ന ഗംഗാധരനെ ശ്രീരാമകൃഷ്ണദേവൻ സ്വീകരിക്കുന്നുണ്ട്, അടുത്ത് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗാധരൻ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല. ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമായിട്ട് കാണുകയെന്ന് ഗംഗാധരൻ അറിയാം, പക്ഷെ ഒരിക്കലും ഇതിനു മുമ്പ്. പക്ഷെ ഭഗവാൻ പറഞ്ഞു എനിക്ക് നിന്നെ നേരത്തെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൽക്കട്ടയിൽ വന്നിട്ട് ആദ്യം താമസമാക്കുന്നത് ജാമാപുക്കൂറിലാണ്. ഈ കാളിക്ഷേത്രമൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് ചേട്ടൻ്റെ സംസ്കൃത പഠനശാലയിൽ സഹായിയായി വന്നുകൂടിയത് ജാമാപുക്കൂറിലാണ്. ഈ ജാമാപുക്കൂറിൽ വരുമ്പോൾ അവിടുത്തെ കാളിക്ഷേത്രത്തിൽ വെച്ച് അന്ന് വളരെ കുഞ്ഞായിരിക്കുന്ന ഈ ഗംഗാധരനെ ഭഗവാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ ഗംഗാധരനോട് പറഞ്ഞു അവിടുത്തെ കാളിക്ഷേത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, അപ്പോൾ നീ അവിടെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കൂ എത്ര കൃത്യമായി ഭഗവാൻ ആ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ. മാസ്റ്റർ മഹാശയൻ്റെ കഥയും നമുക്കറിയാമല്ലോ. 4 വയസ്സിലെ ഭഗവാൻ തൊട്ടതാണ്, തരാനറിയാം ഇതിവിടെ എത്തേണ്ടതാണെന്ന്. അതുപോലെയാണ് ഗംഗാധരൻ്റെ കാര്യം. അവസാനം വരുന്ന ഹരിപ്രസന്നൻ, വിജ്ഞാനാനന്ദ സ്വാമികൾ. വിജ്ഞാനാനന്ദ സ്വാമികളുടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ സത്യം മാത്രമേ പറയൂ. കുട്ടിക്കാലം മുതൽ, കൊച്ചുനാൾ മുതൽ സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല, സത്യം മാത്രം. ഒരിക്കൽ ഒരു കുറ്റം ചെയ്യാത്ത കാര്യത്തിന് കുറ്റം അമ്മയുടെ മുമ്പിൽ ഏറ്റുപറയാനായിട്ട്, അതായത് ഞാനല്ല ചെയ്യാത്തൊരു കാര്യമാണ്, അതിൻ്റെ ആരോപണം മുഴുവൻ ഹരിപ്രസന്നൻ്റെ അടുത്തെത്തി. ഹരിപ്രസന്നൻ വിജ്ഞാനാനന്ദ സ്വാമികളായിട്ട് പിന്നീട് ഹരിപ്രസന്നൻ്റെ അടുത്തെത്തി. അപ്പോൾ ഹരിപ്രസന്നനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയത്. ഇപ്പോൾ ബ്രാഹ്മണ കുട്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ പറയുന്നത് സത്യമാണ്. ഇപ്പോൾ പറയാം തലയിലടിച്ച് സത്യം ചെയ്യുന്നൊക്കെ പറഞ്ഞ പോലെ സത്യം ചെയ്തു. ഇയാൾ ചെയ്ത്, ഈ കുട്ടി ചെയ്തത് എന്താണ്? തൻ്റെ പൂണൂല് പൊട്ടിച്ചെറിഞ്ഞു, വലിച്ച് പൊട്ടിച്ചിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞു. അമ്മയുടെ മുന്നിൽ വെച്ച് ആ പൂണൂല് പൊട്ടിച്ചേളും. അപ്പോൾ ഓരോ കുട്ടികളും ഈ വന്നവർ എത്രമാത്രമാണ്, അവരുടെ തീവ്രത എത്രമാത്രമാണ് എന്ന് നമ്മൾ ഈ
ഓരോ കാര്യങ്ങൾ മാത്രം, ഒരു സ്പെസിമൻ മാത്രം എടുത്ത് ഈ 16 പേരിലൂടെ പോകുമ്പോഴും നമുക്കത് ബോധ്യം. അതാണ് ഇവിടെ ഭഗവാൻ ഈ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ, ഓരോരുത്തരെയും തൻ്റെ അടുത്തെത്തിക്കുമ്പോൾ ഭഗവാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ രാഘാലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ എല്ലാവരെയും ഒരേപോലെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ അവിടെ നിൽക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം എല്ലാറ്റിനോടുള്ള ഒരു ആസക്തിയാണ്. അപ്പോൾ ഇതാണ് പൊതുസമൂഹത്തിനുള്ളത്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നം അതാണ്. ഇവരെ പോലുള്ളവർക്ക് ആ പ്രശ്നം വരുന്നില്ല, അവർക്ക് അങ്ങനെയുള്ള ആസക്തിയില്ല. അതാണ് അവരുടെ ആ പ്രത്യേകതകൾ. നമ്മൾ ഒറ്റ രീതിയിൽ ആ പ്രത്യേകതകളിലൂടെ കടന്നു പോകുമ്പം നമുക്കൊരു ഒരു മാലയിലെന്ന പോലെ, അല്ലെങ്കിൽ ഒരു റീലിൽ പോലെ ഓരോരോ ഇതിൽ നമുക്ക് ആ ഓരോ ദൃശ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇത് അനുഭവപ്പെടും, ഇവരിൽ ഓരോരുത്തരിലൂടെ. അപ്പോൾ അവരുടെ അടിസ്ഥാന ഇതെന്ന് വെച്ചാൽ അവർക്ക് ആസക്തിയില്ല. അപ്പം ഈ ആസക്തി ഉണ്ടാകുമ്പോഴെന്താണ് പ്രശ്നം? രണ്ടാമത്, അതായത് ഈ ആസക്തി ഒരു വശത്ത്, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം ആസക്തിയാണ്. ഒന്ന് ഭഗവാൻ പറയുന്നു, ഒന്ന് ആസക്തിയാണ്. രണ്ടാമത്തത് എന്താണ്? കിട്ടാതെ വരുമ്പോഴാണ് ക്രോധമുണ്ടാകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ക്രോധമുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലുള്ളൂ, മൂന്നാമതൊന്നില്ല. ഗൃഹസ്ഥാശ്രമികൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന അവരെ സംബന്ധിച്ച് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന രണ്ട് പ്രശ്നങ്ങൾ മാത്രം. ഈ രണ്ട് കടന്നാൽ ഗൃഹസ്ഥാശ്രമി ഓക്കെ ആയി. ആദ്യത്തെ ആസക്തിയാണ്, കാണുന്നതിനോടുള്ള എല്ലാ ആസക്തി. രണ്ടാമത്തത് അത് ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോഴുള്ള ക്രോധം. ഇതിനെയാണ് മറികടക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക? ഇതാണ് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത് ഗൃഹസ്ഥാശ്രമികളോട് ഭഗവാൻ. പിന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഇത്രയും നേരം കേട്ട്, അപ്പോൾ ഈ കഥയൊക്കെ കേട്ടു, ഈ കഥ മുഴുവൻ കേട്ടിരുന്ന ഒരു ഭക്തൻ നിരാശയോടുകൂടി ഭഗവാനോട് പറഞ്ഞു, ലോകത്ത് താമസിച്ചുകൊണ്ട്, അതായത് ഗൃഹസ്ഥാശ്രമിയായി ജീവിച്ചുകൊണ്ട് ഈശ്വരനെ പ്രാപിക്കാം എന്നുള്ള കാര്യം വലിയ പ്രയാസം. എത്ര പേർക്ക് അങ്ങ് പറയും പോലെ ചെയ്യാൻ പറ്റും? ഞാനിതുവരെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ നിരാശനായിപ്പോയി. ഇത് കേട്ടിരുന്ന ഒരാൾ പറഞ്ഞു, അപ്പോൾ ഈ കേട്ടിടത്തോളം തന്നെ മതിയായി, സംഗതി ഇനിയിപ്പോൾ ഇത് നടപ്പിൽ വരില്ല എന്ന് ബോധ്യമായി എന്നാണ് ആ കേട്ടിരുന്ന ഒരു ഭക്തൻ ഭഗവാനോട് അപ്പോൾ പറഞ്ഞത്. ഇതിപ്പോൾ ഇത് ഈ സമൂഹത്തിൻ്റെ പൊതുവായ ഒരു വികാരമാണ് ഈ ചോദ്യത്തിൽ കാണുന്നത്. അതാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഓരോന്നും വ്യക്തത വരുന്നത്. ഈ ചോദ്യം തന്നെയാണ് ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ച് ഒരു കാലത്തും ഈശ്വര സാക്ഷാത്കാരത്തിന് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന ആ ഭക്തൻ്റെ ചോദ്യം തന്നെയാണ് നമ്മുടെ എല്ലാം ഇടയിലുള്ളത്. അപ്പം ഭഗവാൻ മറുപടി പറയുന്നത് എന്തുകൊണ്ട് സാധ്യമാവില്ല എന്നാണ്. ഭഗവാൻ അതിന് മറുപടി കൊടുത്തു, എന്തുകൊണ്ട് സാധ്യമാവില്ല എന്ന മറുചോദ്യത്തോടെയാണ് ഭഗവാൻ അത് വിശദീകരിക്കുന്നത്. ഇവിടെ ഭഗവാൻ അത് വിശദീകരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ഈ 12-ാം അധ്യായത്തിൽ, അല്ല 13-ൽ തുടക്കത്തിൽ അത് വരുന്നുണ്ട്. ആ ഭാഗം, അതായത് ഭക്തൻ ചോദിച്ചത് ഇതാണ്, മഹാശയ, എത്ര പേർക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയും? ആർക്കെങ്ങനെ പറ്റും? ഞാൻ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ എന്തുകൊണ്ടില്ല? എന്നിട്ട് ആ നാട്ടിൽ പ്രതാപസിംഹൻ എന്നൊരു ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആൾ ദാനം, ധ്യാനം, ഈശ്വരഭക്തി, അങ്ങനെ അനേകം ഗുണങ്ങളുള്ള ഒരാളായിരുന്നു. അയാൾ പൊസിഷനിൽ, സമൂഹത്തിലെ ഏറ്റവും വലിയ പൊസിഷനിലിരിക്കുന്ന ഡെപ്യൂട്ടി മജിസ്ട്രേറ്റിൻ്റെ, അതേ സബ് കളക്ടറുടെ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അയാൾ ആ പോസ്റ്റിലിരുന്നുകൊണ്ട് ഈശ്വര കൃപയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയില്ല. അങ്ങനെ പൊസിഷനിലിരിക്കുന്നവർക്ക് അത് പറ്റില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതല്ല, അതിൻ്റെ ഏറ്റവും നല്ല കഥ പറയുന്നത് അതിൻ്റെ അടുത്തതാണ്. അതാണ് നമ്മുടെ ഈ 13-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന കഥ. ഈശ്വരനിലുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം മതി. നിങ്ങൾക്കിത് കഴിയുമോ കഴിയില്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ഈശ്വരനിൽ നിങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടോ? ആ വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്ന് പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആ ഭക്തന് സംശയം വന്നത്. കാരണം ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, വേണ്ട, ചെയ്യണ്ട, മാറ്റിവെച്ചേര്. നിനക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ? അത്രയും ചെയ്യാൻ പറ്റും, അതിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഈശ്വരനിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. അത് അതിനൊരു കഥ ഇവിടെ പറയുന്നത് വ്യാസദേവൻ്റെ കഥയാണ് പറയുന്നത്. യമുന കടക്കാനെത്തിയ വ്യാസദേവൻ്റെ ഒരു കഥ ഉദാഹരണമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. രസമാണത്, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ വ്യാസൻ യമുന കടക്കാൻ വന്നപ്പോൾ ആ സമയത്ത് ഗോപസ്ത്രീകളും വന്നു ചേർന്നു. അപ്പോൾ അവർക്കും അക്കരെ കടക്കണം. പക്ഷേ യമുന എങ്ങനെ കടക്കും? ഈ നദി കടക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഗോപസ്ത്രീകൾ ചോദിച്ചു, മഹർഷിയെ എങ്ങനെയാണ് ഇനി അക്കരെ പോകാൻ പറ്റുക? അപ്പോൾ വ്യാസമുനി പറഞ്ഞു, ഞാൻ നിങ്ങളെ അക്കരെ കടത്തിത്തരാം. അപ്പോൾ അവർക്കൊക്കെ ആശ്ചര്യമായി, അതെങ്ങനെ ഇത്രയും പേർക്ക് അക്കരെ കടക്കാൻ പറ്റും? അപ്പോൾ ഭഗവാൻ വ്യാസമുനി അപ്പോൾ പറഞ്ഞത്, ശരി ഞാൻ നിങ്ങളെ കടത്തിത്തരാമെന്ന് പറഞ്ഞിട്ട്, എന്നാൽ എനിക്ക് വല്ലാതെ വിശക്കുന്നു, നിങ്ങൾ എനിക്ക് വല്ലതും കഴിക്കാൻ ആദ്യം താ, എൻ്റെ വിശപ്പൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അക്കരെ കടത്താം എന്ന് പറയുകയാണ്. അപ്പോൾ ഗോപസ്ത്രീകളാണ്, അവരുടെ കയ്യിൽ വെണ്ണയും മറ്റ് നല്ല പാലുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഇതെല്ലാം വ്യാസമുനിക്ക് കൊടുത്തു. വ്യാസമുനി അതെല്ലാം കഴിച്ചിട്ട് വ്യാസമുനി ഇതെല്ലാം കഴിച്ചിട്ട് ഗംഗയുടെ ആ നദിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞു, യമുനയോട് ആ നദിയോട് പറയാണ്, അതായത് ഹേ യമുനെ, ഞാനൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നിന്റെ വെള്ളം രണ്ടായി തിരിയട്ടെ. ഞാനൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നിന്റെ വെള്ളം രണ്ടായി തിരിയട്ടെ. അപ്പം ഇത്രയും വെണ്ണയും ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളും കഴിച്ച വ്യാസമുനിയാണ് പറയുന്നതെന്ന് ഓർക്കണം. ഞാനൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ യമുന രണ്ടായി മാറട്ടെ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾക്ക് അക്കരെ കടക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞതും യമുനയിലെ ജലം രണ്ടായി മാറി. ഗോപസ്ത്രീകൾ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഇത്രയും നേരം അദ്ദേഹം ഇതെല്ലാം കഴിച്ചതാണ്. ഇവിടെ യമുനയോട് പറഞ്ഞത് എന്താ? കഴിച്ചിട്ടില്ലെങ്കിൽ മാറട്ടെ എന്നാണ്. അപ്പോഴാണ് മാറി. അപ്പോൾ ഇദ്ദേഹം കഴിച്ചില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ സാങ്കത്യം? ഇതാണ് ദൃഢവിശ്വാസം. ഞാനല്ല, ഈ കഴിച്ചത് ഞാനല്ല എന്ന് വ്യാസമുനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഈ കഴിച്ചതൊന്നും ഞാനല്ല, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനാണത് കഴിച്ചത്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളല്ല കഴിക്കുന്നത്. അത് കുറേ കൂടെ ഒരു വിപുലമായ, അതാണ് നമ്മൾ ബ്രഹ്മാർപ്പണം ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അഗ്നി, ആ ജഠരാഗ്നിയാണ് ഹോമിക്കപ്പെടുന്നതാണ് ഈ നമ്മുടെ ഓരോ ഭക്ഷണവും. എന്ത് ഭക്ഷണവുമാകട്ടെ നമ്മുടെ ജഠരാഗ്നിയിൽ ഹോമിക്കപ്പെടുന്നതിന് തുല്യമാണ്. അത്രയും പവിത്രതരമായിരിക്കണം നമ്മുടെ ഭക്ഷണ രീതി. അതാണ് അവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് വ്യാസൻ പറഞ്ഞത്, കഴിച്ചത് ഞാനല്ല, കഴിച്ചത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരീയ ഭാവമാണ്. അതുകൊണ്ടാണ് അത് ബോധ്യപ്പെട്ടപ്പോഴാണ് നദി രണ്ടായി മാറിയത്. ഇതാണ് നമ്മളുടെ ലൗകിക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും ഈശ്വരോന്മുഖമാണ്. സാധാരണ ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും നമ്മൾ വിചാരിക്കും നമ്മുടെ വയറ് നിറയാനും വിശപ്പ് മാറാനുമാണ് നമ്മൾ പക്ഷെ നമ്മളല്ല കഴിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജഠരാഗ്നി, ആ ജഠരാഗ്നിയിലേക്കാണ് ഇത് ഹോമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ബ്രഹ്മാർപ്പണം ചൊല്ലി നമ്മൾ ഭക്ഷണം കഴിക്കണം. അത്രയും പവിത്രപരമായിരിക്കണം, പവിത്രതരമായിരിക്കണം നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഈ തരത്തിൽ ആണ് ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഉള്ളിലുള്ളത് ഈശ്വരനാണ് എന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകേണ്ടത് എങ്ങനെയെന്ന് ഈ കഥയിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതാണ് അവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ ഒരു വിഷയം പറയുന്നത്, രാഖാലിനെ പോലുള്ളവർ നിത്യസിദ്ധന്മാരാണ്. അപ്പം അവരെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഭഗവാൻ ഇവിടെ അത് പറയുന്നുണ്ട്. ഓരോരുത്തർ ബദ്ധജീവനുണ്ട്, മുമുക്ഷു ജീവനുണ്ട്, മുക്തജീവനുണ്ട്, നിത്യമുക്തനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. ഈ നിത്യസിദ്ധന്മാരുണ്ട് രാഖാലിനെ പോലുള്ളവർ. ഈ പറഞ്ഞ 16 പേരെ സംബന്ധിച്ച് അവർ നിത്യസിദ്ധന്മാരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 16 പേരെ സംബന്ധിച്ചും അവരെല്ലാം നിത്യസിദ്ധന്മാരാണ്. കാരണം അവരുടെ സാധന എന്നത് പിന്നീടാണ്. എന്ന് വച്ചാൽ
ജീവിക്കുന്നത് തന്നെ നിത്യസിദ്ധന്മാരായിട്ടാണ്. അവർ ജനിക്കുന്നത് തന്നെ നിത്യസിദ്ധന്മാരായിട്ടാണ്. അവരുടെ സാധനയൊക്കെ പിന്നീടാണ്. നിത്യസിദ്ധനായി തീരാൻ വേണ്ടി സാധന അനുഷ്ഠിക്കുന്നവരുണ്ട്. സാധന അനുഷ്ഠിച്ച് നിത്യസിദ്ധനാകുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ അതല്ല. നിത്യസിദ്ധൻ എന്ന് പറഞ്ഞാൽ അവരുടെ സാധനയൊക്കെ പിന്നീടാണ്. അവർ ജനിക്കുന്നതേ നിത്യസിദ്ധന്മാരായിട്ടാണ്. പ്രഹ്ലാദനെയൊക്കെ പോലെ നിത്യസിദ്ധന്മാരായിട്ടാണ് അവരൊക്കെ ജനിക്കുന്നത്. അതായത് സാധനയ്ക്ക് മുമ്പ് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവർ. അപ്പം നിത്യസിദ്ധൻ എന്ന് പറയുന്നത് എവിടെ ജനിക്കുന്നു എന്നതൊരു കാര്യമായിട്ട് കാണണ്ട എന്താണ് പറയുന്നത്. ഈ 16 പേരുടെ കണക്കെടുത്താലും ഈ നിത്യസിദ്ധന്മാരുടെ കണക്കെടുത്താലും അത് എല്ലാം ഈ രാഖാലിനെ ഉദാഹരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഇവരോട് പറയുന്നത്. ഇത് പറയുന്നത് മുഴുവൻ രാഖാലിൻ്റെ കുടുംബക്കാരാണെന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രാഖാലിനെ പോലുള്ളവർ എവിടെ ജനിച്ചു എന്നുള്ളത് പ്രശ്നമല്ല. അവർ ജന്മനാ തന്നെ നിത്യസിദ്ധന്മാരായി ജനിച്ചതാണ്. ജനിച്ച സ്ഥലം അവർക്ക് പ്രധാനമല്ല. രാഖാലിൻ്റെ വീടോ നരേന്ദ്രൻ്റെ വീടോ ഈ പറഞ്ഞ 16 പേർക്കും അവരുടെ വീടോ ഒന്നും അത് അവരുടേതല്ല. ആ വീട്ടുകാർ ചിന്തിക്കരുത് ഈ കുട്ടി എൻ്റേതാണെന്ന് അവരും ചിന്തിക്കരുത്. കാര്യം ഇവരെല്ലാം ജനിക്കുന്നത് തന്നെ നിത്യസിദ്ധന്മാരായിട്ടാണ്. ജന്മങ്ങൾ ഈശ്വരീയ ജന്മങ്ങളാണ്. രാഖാലിനെ കുറിച്ചുള്ള അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും ആകുലത അങ്ങനെ ഭഗവാൻ മാറ്റിക്കൊടുക്കുകയാണ് അവിടെ വെച്ച്. അങ്ങനെയാണ് ഈ അധ്യായം ഇവിടെ പൂർത്തീകരിക്കുന്നത്. അധ്യായം 13 പൂർത്തീകരിക്കുന്നത് ഈ അച്ഛൻ്റെ രാഖാലിൻ്റെ കുടുംബക്കാരുടെ ആകുലത മാറ്റിക്കൊണ്ടാണ്. ഇപ്പോൾ സമയം ആയി. നമുക്കിനി അടുത്ത തവണ നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ. 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാമം ജപിക്കാം. സ്ഥപകായ ച ധർമ്മസ്യ